അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. അമ്മാ ബഅദ്. നമ്മുടെ അറബിക് ലാംഗ്വേജ് ലേണിംഗ് ക്ലാസ്സിൻ്റെ 17ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അൽ ഫഅലുൽ മുളാരിഉൽ മുതകല്ലിം, പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ ടെൻസ് ഫോർ ഫസ്റ്റ് പേഴ്സൺ എന്നാണ്. ഉത്തമ പുരുഷൻ്റെ വർത്തമാന കാലക്രിയ എന്ന് വെച്ചാൽ വർത്തമാന കാലക്രിയയുടെ ഫസ്റ്റ് പേഴ്സൺ പറയുമ്പോൾ ഉണ്ടാവുന്ന രൂപം, ഞാൻ, ഞങ്ങൾ എന്നുള്ള രൂപം. ഫെയിൽ മുളാരിയിനോട് മുതകല്ലിം അഥവാ ഫസ്റ്റ് പേഴ്സൺ ഉത്തമ പുരുഷൻ്റെ സർവനാമങ്ങളായ അന, നഹ്നു എന്നിവ ചേർത്ത് കൊണ്ടാണ് ഇതുണ്ടാക്കുക. അന എന്ന് പറഞ്ഞാൽ സിംഗുലർ ഞാൻ എന്നും, നഹ്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുമാണ്. അതൊരു പ്രസൻറ്റ് ടെൻസിൻ്റെ നോട് ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഉദാഹരണം യഫ്അലു പ്ലസ് അന, യാ മാറ്റിയിട്ട് ആ അവിടെ വെക്കും. അഫ്അലു ഞാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ചെയ്യും. ഐ ആം ഡൂയിങ് ഓർ ഐ വിൽ ഡു. സിംഗുലറാണ്, മെയിലിനും ഫീമെയിലിനും ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. അപ്പോൾ പ്രസൻറ്റ് ടെൻസിന് മുമ്പിൽ ചേർക്കേണ്ട ഒരു ക്രിയനെ പാസ്റ്റിനെ പ്രസൻ്റ് ആക്കാൻ മുമ്പിൽ 4 ലെറ്റർ ചേർക്കണം. അതിൽപ്പെട്ട ആ ചേർക്കുന്നത് ഞാൻ, ചേർക്കുന്നത് ഞാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഖുർആനിലുള്ള ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, യഖ്തുലു കൊല്ലുന്നു, നമ്മൾ മുമ്പ് പഠിച്ചൊരു വാക്കാണ് യഖ്തുലു കൊല്ലുന്നു. അന ഞാൻ. അപ്പോൾ അനക്ക് പകരം ഇവിടെ ചേഞ്ച് വരുന്നത് യാ എന്നുള്ള ലെറ്റർ, ഫസ്റ്റിലുള്ള ലെറ്റർ മാറ്റിയിട്ട് അവിടെ ആ എന്നുള്ള ലെറ്റർ കൊടുക്കുകയാണ്. അഖ്തുലു ഞാൻ കൊല്ലുന്നു, അല്ലെങ്കിൽ ഞാൻ കൊല്ലും. ഐ ആം കില്ലിങ് ഓർ ഐ വിൽ കിൽ എന്ന് 2 വാക്ക് മലയാളത്തിലും 2 വാക്ക് ഇംഗ്ലീഷിലും പറഞ്ഞതിന് പകരം നമ്മളെന്താ ചെയ്യുന്നത്, പ്രസൻറ്റ് ടെൻസിൻ്റെ ആദ്യ ലെറ്ററിനെ യാ മാറ്റിയിട്ട് അവിടെ അലിഫ് കൊടുത്താൽ മതി. ആ ഫോർ ഐ ആം എന്നാണ്. ഖുർആനിലെ 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 26-ാമത്തെ വചനത്തിൽ ഇത് പറയുന്നുണ്ട്. വഖാല ഫിർഔനു ദറൂനി അഖ്തുലു മൂസ വൽയദു റബ്ബഹ്. ഫിറൗൻ ബനൂ ഇസ്രായേലോട് പറഞ്ഞു, ഞാൻ മൂസയെ വധിക്കുവാൻ പോവുകയാണ്. വൽയദു റബ്ബക്കു, അവൻ്റെ റബ്ബിനെ വിളിച്ചു കൊള്ളട്ടെ. ഇന്നി അഖാഫു അൻ യുബദ്ദല ദീനക്കും, നിങ്ങളുടെ മതം അവൻ മാറ്റിക്കളയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലാൻ പോവുകയാണെന്ന് ഫിറോൻ പറഞ്ഞു. അഖ്തുലു ഞാൻ കൊല്ലും എന്നാണ്. ഐ വിൽ കിൽ എന്ന് ഇംഗ്ലീഷിലും ഞാൻ കൊല്ലും എന്നുള്ള 2 വാക്ക് പറഞ്ഞതിന് പകരം അറബിയിൽ ഷോർട്ടായിട്ട് അഖ്തുലു, അതിൽ ക്രിയയുണ്ട്, അതിൻ്റെ കർത്താവുണ്ട്. രണ്ടാമത്തെ ഒരു ഉദാഹരണം യഖ്ലുഖു സൃഷ്ടിക്കുന്നു. നമ്മൾ ഇതിൽ കുറേ പ്രാവശ്യം വന്നൊരു വേർഡാണ് യഖ്ലുഖു, അർത്ഥം സൃഷ്ടിക്കുന്നു അല്ലേ. അതിനോട് ആന ചേർക്കുമ്പോൾ എങ്ങനെ ചേഞ്ച് വരിക, യാ മാറ്റിയിട്ട് നമ്മൾ അവിടെ ആ വെക്കണം. അഖ്ലുഖു അഖ്ലുഖു, വേറെ ചേഞ്ചും ഇല്ല. യാ മാറ്റിയുടെ അലിഫ് വെച്ചാൽ മതി. അർത്ഥം ഞാൻ സൃഷ്ടിക്കുന്നു, ഞാൻ സൃഷ്ടിക്കും. 3-ാം അധ്യായം ആലി ഇംറാനിൽ 49-ാമത്തെ വചനത്തിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈസാ നബി അന്നി അഖ്ലുഖു ലക്കും മിനത്തീൻ, ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരും. മിനത്തീനി കളിമണ്ണിൽ നിന്നും ഒരു രൂപമുണ്ടാക്കി അതിൽ അള്ളാഹുവിൻ്റെ അനുവാദത്തോട് ഊതുമ്പോൾ അത് പക്ഷിയായിട്ട് പറന്നു പോകുന്നു. അഖ്ലുഖു ഞാൻ ഉണ്ടാക്കുന്നു, ഞാൻ സൃഷ്ടിക്കുന്നു. 3-ാമതൊരു ഉദാഹരണം സൂറത്ത് ത്വാഹയിലാണ്. 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 46-ാം വചനത്തിൽ യസ്മഉ എന്ന് പറയുന്ന അർത്ഥം നമുക്കറിയാം, കേൾക്കുന്നു. ഇതിൽ വന്നൊരു വാക്ക് തന്നെയാണ് അല്ലേ. യസ്മഉ അന ഞാൻ കേൾക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, യാ മാറ്റിയിട്ട് അവിടെ ആ വെക്കണം. വളരെ സിമ്പിളാണ്. അസ്മഉ ഞാൻ കേൾക്കുന്നു. ഖാല ലാ തഖാഫാ ഇന്നി മഅകുമാ അസ്മഉ വ അറാ. 20-ാം അധ്യായം താഹിലെ 46-ാമത്തെ വചനമാണ്. മൂസാ നബിയെയും ഹാറൂൻ നബിയെയും ഫിറൗൻ്റെ അടുത്തേക്ക് പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടപ്പോൾ അവർ അള്ളാഹുവിനോട് പറഞ്ഞു, പഠിച്ചോൻ ഞങ്ങൾക്ക് പേടിയുണ്ട് ഈ ഫിറൗൻ്റെ അടുത്തേക്ക് പോവാൻ. അപ്പോൾ അള്ളാഹ് പറഞ്ഞു, ഖാല ലാ തഖാഫ നിങ്ങൾ രണ്ടാളും പേടിക്കേണ്ട, ഇന്നി മഅകുമാ ഞാൻ നിങ്ങളെ കൂടെയുണ്ട്, നിങ്ങൾ ധൈര്യമായിരുന്നോളൂ. അസ്മഉ ഉണ്ടോ, യസ്മഉ എന്നുള്ളതിനോട് അന ചേർത്തപ്പോൾ അസ്മഉ ഞാൻ കേൾക്കുന്നു. ഈ അറ എന്നുള്ളതും അത് തന്നെയാണ്. റ കണ്ടു, യറ കാണുന്നു. അതിൻ്റെ യാ മാറ്റി ആ വെച്ചപ്പോൾ അറ ഞാൻ കാണുന്നുണ്ട്.
അസ്മാവ് ഞാൻ കേൾക്കുന്നുണ്ട് കാര്യങ്ങൾ, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളൂ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ് വർത്തമാനകാലക്രിയ മുളാരിൻ്റെ ഫസ്റ്റ് പേഴ്സൺ ഞാൻ ഞങ്ങൾ എന്നുള്ള രൂപം ഉണ്ടാവണമെങ്കിൽ പ്രസൻറ്റ് ടെൻസിന് മുമ്പിൽ ആ വെക്കണം. ആ. ഇനി ഇതിൻ്റെ പ്ലൂരൽ ഞങ്ങൾ എന്നുള്ളത്, ഞാൻ എന്നുള്ളതിൻ്റെ അപ്പം നമ്മൾ പറഞ്ഞത് ഞങ്ങൾ എന്നുള്ളത് കിട്ടണമെങ്കിൽ പ്രസൻറ്റ് ടെൻസിനോട് നഹ്നു എന്നാണ് ചേർക്കേണ്ടത്. യഫ്അലു ചെയ്യുന്നു പ്ലസ് നഹ്നു ഞങ്ങൾ ചെയ്യുന്നു. നഹ്നു വെക്കുമ്പം അതിന് പകരമായിട്ട് യാക്ക് പകരം ഫസ്റ്റിൽ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫസ്റ്റിൽ നായാണ് വെക്കുക. നാ ഫോർ നമ്മൾ എന്നാണ്. നാ ഫോർ നമ്മൾ, നമ്മൾക്ക്. അപ്പം നഫ്അലു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ചെയ്യും. വി ആർ ഡൂയിങ്, വി വിൽ ഡു. പ്ലൂരലാണ്. ഡബിളിനും അത് തന്നെ പറയുക. മെയിലിനും ഫീമെയിലിനും ഉപയോഗിക്കും. ഫസ്റ്റ് പേഴ്സണാണ്. അതിൻ്റെ എക്സാമ്പിൾ ഖുറാനിൽ 37-ാം അധ്യായം സഫാത്തിലെ 34-ാം വചനം. കദാ ഇന്ന കദാലിക നഫ്അലു ബിൽ മുജ്രിമീൻ. അള്ളാഹു പരലോകത്ത് നരകവാസികളെ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷം പറയുന്നുണ്ട്, പ്രവേശിപ്പിച്ചതിന് ശേഷം പറയാണ്, ഇന്ന ഇപ്രകാരമാണ് കദാലിക നഫ്അലു നാം ചെയ്യുന്നത്, ബിൽ മുജ്രിമീൻ കുറ്റവാളികളോട്. നഫ്അലു നാം പ്രവർത്തിക്കുന്നു, നാം ചെയ്യുന്നു. രണ്ടാമത്തെ ഉദാഹരണം യസ്മൗ. യസ്മൗ പ്ലസ് നഹ്നു യാ മാറ്റി അവിടെ നാ കൊടുക്കണം. നസ്മൗ ഞങ്ങൾ കേൾക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ കേൾക്കും. യാഖിലു അഖല യാഖിലു എന്നാണ് വെർബ്. യാഖിലു എന്നാണ് വെർബ്. അതിനോട് നഹ്നു ചേർക്കുമ്പോൾ നഅഖിലു എന്നായി മാറും. ഞങ്ങൾ ചിന്തിക്കും, ഞങ്ങൾ ബുദ്ധി കൊടുത്ത്. അഖിൽ പറഞ്ഞാൽ ബുദ്ധിനാണ്. ബുദ്ധി കൊടുത്ത് ചിന്തിക്കും, ചിന്തിക്കുന്നു. 60-ാം അധ്യായം സൂറത്ത് മുൽക്കിൽ നമ്മളെല്ലാവർക്കും പരിചയമുള്ളതാണ്. സൂറത്ത് മുൽക്കിലെ 10-ാമത്തെ വചനം. വഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നരകവാസികൾ നരകത്തിൽ പ്രവേശിക്കുമ്പോൾ പറയുന്നുണ്ട്, ലൗ കുന്നാ നസ്മഉ ഞങ്ങൾ ആ പ്രബോധകന്മാരും പ്രവാചകന്മാരും പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു ഞങ്ങൾ ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ ഈ നരകത്തിൻ്റെ ആളുകൾ ഞങ്ങൾ ആകുമായിരുന്നില്ല. അപ്പം ഞങ്ങൾ കേട്ടു, ഞങ്ങൾ മനസ്സിലാക്കി, ഞങ്ങൾ ചിന്തിച്ചു എന്നുള്ള അർത്ഥത്തിൽ നസ്മഉ ഔ നഅഖിലു അല്ലേ. രണ്ട് വാക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുമ്പോൾ ഒരു നസ്മഉ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി അറബിയിൽ. അതുപോലെ 12-ാം അധ്യായം സൂറത്ത് യൂസുഫിൽ 65-ാം വചനത്തിലുണ്ട്, യൂസുഫ് നബിയെ നായാട്ടിന് കൊണ്ടുപോകാൻ വേണ്ടി അവർ പിതാവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിതാവ് പറയുന്നുണ്ട്, അവനെന്താ അപകടം പറ്റിയാലോ, ചെന്നായ പിടിച്ചാലോ ഞാൻ പേടിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, വനഹ്ഫളു അഖാന വനസ്ദാദു കൈല ബഈർ. അത് യൂസുഫിൻ്റെതല്ല, അത് ബിന്യാമിനെ കൊണ്ടുപോകുന്ന വിഷയമാണ്. യൂസുഫിനെ കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം രണ്ടാമത് ഇവർ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ ഈജിപ്തിൽ വെച്ച് യൂസുഫ് നബി ഭക്ഷണം കൊടുത്ത് വിട്ടപ്പം കൊടുത്ത നിബന്ധന, അടുത്ത പ്രാവശ്യം നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ സഹോദരനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അപ്പോൾ സഹോദരനെ വിട്ടുകൊടുക്കുന്ന വിഷയത്തിൽ യാക്കൂബ് നബി ആദ്യം തീരുമാനമാക്കിയില്ല. യൂസുഫിൻ്റെ അതേമാതിരി നിങ്ങൾ അദ്ദേഹത്തോട് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ നഅ്ഫദു അഖാന ഞങ്ങൾ ഞങ്ങളുടെ സഹോദരനെ സംരക്ഷിക്കും. വനസ്ദാദു കൈല ബഈർ അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു ഒട്ടകത്തിൻ്റെ ഭക്ഷണവും നമുക്ക് കിട്ടും. അപ്പം നഹ്ഫളു ഞങ്ങൾ സംരക്ഷിക്കുന്നു. ഹഫിള യഹ്ഫളുവിനോട് നഹ്നു ചേർന്നപ്പോൾ യാ മാറ്റി അവിടെ നാ വന്നു. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഞാൻ എന്നുള്ളതിന് പ്രസൻറ്റ് ടെൻസിന് മുമ്പിൽ ആ എന്നും ഞങ്ങൾ എന്നുള്ളതിന് പ്രസൻറ്റ് ടെൻസിന് മുമ്പിൽ നാ എന്നുമാണ് വെക്കുക എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാനുള്ളത്. വളരെ സിമ്പിളാണ്. അതിൻ്റെ ചാർട്ട് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഇത് മുദക്കറിനും മുഅന്നസിനും കോമണായി ഉപയോഗിക്കുന്ന വാക്കാണ്. ഇത് ഫസ്റ്റ് പേഴ്സൺ. അഫ്ആലു ഞാൻ ചെയ്യുന്നു പറഞ്ഞാൽ ആണിനും പറയാം പെണ്ണിനും പറയാം. നഫ്ആലു എന്നുള്ളത് ഡബിൾ, രണ്ടാളുണ്ടെങ്കിലും പ്ലൂരൽ, രണ്ടിൽ കൂടുതൽ എത്ര ആളുണ്ടെങ്കിലും നഫ്അലു ഞങ്ങൾ ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ 14 രൂപങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കി. ക്ലാസ് നമ്പർ 15-ൽ പ്രസൻറ്റ് ടെൻസിൻ്റെ തേർഡ് പേഴ്സൺ പറഞ്ഞു. യഫ്അലു യഫ്അലാനി യഫ്അലൂന തഫ്അലു തഫ്അലാനി യഫ്അൽനാനി. ക്ലാസ് നമ്പർ 16-ൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെക്കൻഡ് പേഴ്സൺ പറഞ്ഞു. തഫ്അലു തഫ്അലാനി തഫ്അലൂന തഫ്അലീന തഫ്അലാനി തഫ്അൽന. ഈ ക്ലാസ്സിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് പേഴ്സൺ പറഞ്ഞു അഫ്അലു നഫ്അലു.
അപ്പോൾ 14 രൂപങ്ങൾ പഠിക്കാൻ കഴിയുന്നവർ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഗ്രാമറിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന, തഫ്അലു, തഫ്അലാനി, തഫ്അലൂന, തഫ്അലീന, തഫ്അലാനി, തഫ്അൽന, അഫ്അലു, നഫ്അലു. ഇതാണ്. അപ്പോൾ ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലുണ്ടാവും. അതിൻ്റെ മീനിങ്ങും അത് ഏത് ഫോമാണ് എന്നുള്ളതൊക്കെ, ഫസ്റ്റ് പേഴ്സണാണ്, സെക്കൻഡ് പേഴ്സണാണ്, തേർഡ് പേഴ്സണാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഇതിലൊരു 3 ഹോംവർക്ക് ഉണ്ട്. റൈറ്റ് പ്രസൻറ്റ് സെൻറ്റൻസ് ഫോർ ഫസ്റ്റ് പേഴ്സൺ വിത്ത് മീനിങ്. ഈ മീനിങ് എഴുതണം. മീനിങ് സിമ്പിളാണ്. യഫ്തഹു തുറക്കുന്നു പ്ലസ് അന. അപ്പോൾ അന വെക്കുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഞാനാണ്. അപ്പോൾ യഫ്തഹു മതി. അതിലെന്ത് ചേഞ്ചാണ് വരേണ്ടത് അത് നിങ്ങൾ നേരെ എഴുതണം. 2 യജ്മാവ് ഒരുമിച്ച് കൂട്ടുന്നു പ്ലസ് നഹനു ഞങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ക്രിയയിൽ എന്ത് ചേഞ്ച് വരണം? 3 യശ്രിബ് കുടിക്കുന്നു പ്ലസ് അന ഞാൻ കുടിക്കുന്നു എന്ന് പറയുമ്പോൾ അതിലെന്ത് ചേഞ്ച് വരണം? അത് നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി സാവധാനത്തിൽ എഴുതണം. കഴിഞ്ഞ ക്ലാസ്സിൽ അഥവാ ക്ലാസ് നമ്പർ 16 നമ്മളൊരു ഹോംവർക്ക് തന്നിരുന്നു. അത് ബ്രാക്കറ്റിൽ നിന്ന് 3 എണ്ണത്തിൽ ഒന്നെങ്കിൽ എടുത്ത് എഴുതാൻ വേണ്ടിയിട്ടായിരുന്നു. ലിമാദ ഡാഷ് യാ ആയിഷ, ലിമാദാന വൈ ഡാഷ് യാ ആയിഷ, ഓ ആയിഷ നീ എന്തിനാണ് തഗ്ലുബു ദേഷ്യം പിടിക്കുന്നത്? തഗ്ലുബീന, തഗ്ലുബു, തഗ്ലബീന, യഗ്ലബിന. 3 ചോയ്സാണ് കൊടുത്തത്. തഗ്ലബിൻ്റെ അർത്ഥം ശരിക്ക് തഫ്അലു തേർഡ് പേഴ്സണാണ്, അവൾ കോപ്പിക്കുന്നു എന്നാണ്. തഗ്ലബീന എന്നുള്ളത് എന്താണ്? സെക്കൻഡ് പേഴ്സൻ്റെ സിംഗുലറാണ്. അന്തി തഗ്ലബീന നീ കോപ്പിക്കുന്നു. യഗ്ലബിന എന്നുള്ളത് തേർഡ് പേഴ്സൻ്റെ ഫീമെയിൽ പ്ലൂറലാണ്, അവർ കുറേ സ്ത്രീകൾ കോപ്പിക്കുന്നു. ഇവിടെ ആയിഷ മാത്രമേ ഉള്ളൂ. അപ്പോൾ സിംഗുലറാണെന്ന് മനസ്സിലാക്കുക. യാ ആയിഷ എന്ന് അവൾ അഭിസംബോധന ചെയ്യാണ്, അപ്പോൾ അവൻ സെക്കൻഡ് പേഴ്സണാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ശരിയായ ആൻസർ തഗ്ലബീന എന്നുള്ളതാണ്. അറിയാതെ നമ്മൾ സംശയിച്ചു പോകും, തഗ്ലബ് ആണോ? തഗ്ലബ് തേർഡ് പേഴ്സണാണ്, അവൾ കോപ്പിക്കുന്നു എന്നാ തഗ്ലബിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ ഫോമും അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് യഹ്ലുറു പ്ലസ് അന്തുന്ന. യഹ്ലുറു ഹാജരാകുന്നു പ്ലസ് അതിനോട് അന്തുന്ന ഫീമെയിൽ പ്ലൂരൽ, അന്ത, അന്തുമ, അന്തും, അന്തി, അന്തുമ, അന്തുന്ന ഫീമെയിലിൻ്റെ പ്ലൂരൽ. നിങ്ങൾ കോപ്പിക്കുന്നു കുറേ സ്ത്രീകൾ. അത് തഫ്അൽന മോഡലാണ് എഴുതേണ്ടത്. അപ്പോൾ തഗ്ലുബുന, തഹ്ലുർന. യഹ്ലുറു പ്ലസ് അന്തുന്ന നിങ്ങൾ ഹാജരാകുന്നു. യഹ്ലുറന ഹാജരാകുന്നു, അന്തുന്ന നിങ്ങൾ. അപ്പോൾ ഏത് ഫോമാണ് ഉപയോഗിക്കേണ്ടത്? തഫ്അൽന മോഡലാണ്. തഹ്ലുർന അതാണ് ശരി. യഹ്ലുർന എന്നുള്ളത് തേർഡ് പേഴ്സൻ്റെ ഫീമെയിൽ പ്ലൂറലാണ്. തഹ്ലുറിന എന്ന് പറഞ്ഞാൽ സിംഗുലറിനെ ഉപയോഗിക്കുള്ളൂ. നീ അതാ സെക്കൻഡ് പേഴ്സൻ്റെ സിംഗുലറാണ്. അപ്പോൾ അവിടെ തഫ്അലിൻ്റെ മോഡൽ വരുന്നത് തഹ്ലുർന, അതാണ് ആൻസർ. പിന്നെ യജ്മാവിൻ്റെ 6 ഫോം എഴുതാൻ പറഞ്ഞു. അത് തജ്മഉ, തജ്മആനി, തജ്മഊന, തജ്മഈന, തജ്മആനി, തജ്മഇന, തജ്മഇന. അതേമാതിരി യഫ്തഹു തുറക്കുന്നു, അതിൻ്റെ സെക്കൻഡ് പേഴ്സൻ്റെ 6 രൂപം തഫ്തഹു, തഫ്തഹാനി, തഫ്തഹൂന, തഫ്തഹീന, തഫ്തഹാനി, തഫ്തഹിന. അപ്പോൾ ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുക. പ്രസൻറ്റ് ടെൻസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. അപ്പോൾ ടെൻസുകൾ ഏകദേശം കഴിയും. ഇത്രയേ ഉള്ളൂ ടെൻസുകൾ. അതൊന്ന് ബുദ്ധി കൊടുത്ത് മനസ്സിലാക്കി ചിന്തിക്കുമ്പോൾ ഇതിലുള്ള കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ ക്രിയനോട് അതിൻ്റെ സർവ്വനാമവും ചേർന്ന് വരികയാണ്. അപ്പോൾ 2 അർത്ഥം, അതിന് 2 അർത്ഥം പറയണം അല്ലേ? അതതിൻ്റെ പ്രത്യേകത. മലയാളത്തിലൊക്കെ അതിന് ഇംഗ്ലീഷിലൊക്കെ 2 വേർഡ് പറയുന്നതിന് പകരം ഇവിടെ എന്ത് ചെയ്യണം? ആ സർവ്വനാമം അതിനോട് ചേർന്ന് വരുന്നുണ്ട്. മറ്റൊന്ന് മനസ്സിലാക്കേണ്ടത് പ്രസൻറ്റ് ടെൻസ് ഉണ്ടാക്കാൻ പാസ്റ്റ് ടെൻസിൻ്റെ മുമ്പിൽ ആ, നീ, യത്തി, അനിയത്തി, ആ 4 ലെറ്റേഴ്സ് ഓർമ്മിക്കാനുള്ളൊരു സൂത്രവാക്കാണ്. ആ എന്ന് പറഞ്ഞാൽ ഞാൻ, അയാം എന്നുള്ളത്. ന എന്നുള്ളത് വി, ഞങ്ങൾ എന്നുള്ളതിന്. യാ മിക്കവാറും അത് തേർഡ് പേഴ്സണിനാണ് വരുന്നത്. യഫ്അലു, യഫ്അലാനി, യഫ്അലൂന. അപൂർവമായിട്ട് യഫ്അലു, യഫ്അലാനി, യഫ്അലൂന, തഫ്അലു, തഫ്അലാനി, യഫ്അൽന. യാ അപ്പോൾ തേർഡ് പേഴ്സണാണ് വരുന്നത്. അനിയത്തി. താ വരുന്നത് സെക്കൻഡ് പേഴ്സണ് ഫുള്ള് തായാണ് ഫസ്റ്റിൽ. പിന്നെ സെക്കൻഡ്
തേർഡ് പേഴ്സൻ്റെ അവൾ ചെയ്യുന്നു, അവർ രണ്ട് സ്ത്രീകൾ ചെയ്യുന്നു, അതിനും താ വരും. അപ്പോൾ ഈ പ്രസൻറ്റ് ടെൻസ് അഥവാ ഫുഇൽ മുളാരി പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അറബി ഭാഷ എളുപ്പമാണ്. ടെൻസ്, പാസ്റ്റ് ടെൻസും പ്രസൻറ്റ് ടെൻസും പഠിച്ചു കഴിഞ്ഞാൽ ഏതൊരു ലാംഗ്വേജും നമുക്ക് എളുപ്പമാവും. അപ്പോൾ അറബിക് ലാംഗ്വേജും അങ്ങനെ തന്നെ. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിരുത്തി വായിക്കുവാനും പഠിക്കുവാനും ഇതിലെ എക്സസൈസ് സ്വന്തമായി ചെയ്യുവാനും ശ്രമിക്കുക. അള്ളാഹു അറബിക് ഭാഷ പഠിക്കുവാനും അതിലൂടെ ഖുർആൻ പഠിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.